ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? എല്ലാവരും ഓക്കെ അല്ലേ? പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാൻ വേണ്ടി വിളിച്ചതാ. 2 ദിവസം മുമ്പ് എന്റെ ഈ കമ്പനിയിൽ എന്നെ ജോലിക്ക് റെക്കമെൻഡ് ചെയ്തുള്ള നമ്മുടെ പയ്യന്റെ സുബൈർ എന്ന് പറയുന്നത്, മലപ്പുറത്ത് വീട്. അവൻ നാട്ടിലേക്ക് പെട്ടെന്ന് അർജന്റായിട്ട് പോയതാ, അവന്റെ വല്യമ്മ മരിച്ചിട്ട്. പോണ വഴിക്ക് അല്ലൻസാരി എക്സ്ചേഞ്ചിൽ നിന്ന് ഇന്ത്യൻ മണി ചേഞ്ച് ആക്കി. അതായത് 6000 രൂപ ഇന്ത്യൻ മണി, 1000-ന്റെ 6 നോട്ട് വെച്ച് ആള് വാങ്ങിച്ച് ഇവിടുന്ന് ക്ലിയറായി നാട്ടിൽ പോയി എയർപോർട്ടിൽ ഇറങ്ങി, കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങി, ഡ്യൂട്ടി ഫ്രീന്ന് സാധനം വാങ്ങിച്ച് എന്തോ 2-3 ഐറ്റംസ് വാങ്ങിച്ച് പൈസ കൊടുത്തപ്പോ നോട്ട് ഫേക്കാ. ഒരു നോട്ടല്ല, 6 നോട്ടും ഫേക്ക്. അവന്റെ കയ്യിൽ ഇവിടുന്ന് ഞാനടക്കം പോയത് അവന്റെ ഒപ്പം. അപ്പോ ഞാൻ ലൻസൈഡ് ഫ്രണ്ടിൽ നിർത്തി, ഇവൻ കയറി. അങ്ങനെ ഇവനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിട്ട് ഇവൻ ഷാർജയ്ക്ക് ബസ് കയറി അങ്ങനെ പോവുക ചെയ്തത്. അപ്പൊ ഷാർജ എയർപോർട്ടിൽ നിന്ന് പോയത് സംഭവം ഫേക്ക് നോട്ട്, 6 നോട്ട്. മിനിഞ്ഞാന്ന് വൈകുന്നേരം ഫ്ലൈറ്റ് കയറിയ ആള് ഇതുവരെ വീട്ടിലെത്തിയില്ലേ. ആളിപ്പോ കൊണ്ടോട്ടി സ്റ്റേഷനിലുണ്ട്, NIA കേസ് ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ ഇവന്റെ കയ്യിൽ ഇവൻ നിരപരാധിന് 6 നോട്ടുള്ളൂ. ഈ നോട്ട് മാറിയതിന്റെ റെസീറ്റും അല്ലാതെ കൂടി ഉണ്ട്. ഇതിപ്പോ ഇന്ന് കോടതിയിൽ ഹാജരാക്കി, ഇന്ന് ജാമ്യം കിട്ടിയില്ലേ, നാളത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. നാളെ ജാമ്യം കിട്ടുകയാണെങ്കിൽ ആ വ്യക്തി ഇറങ്ങും, നമ്മുടെ കൂട്ടുകാരിറങ്ങും. അപ്പൊ ഞാൻ അവന്റെ ഉപ്പയും വീട്ടുകാരൊക്കെയായിട്ട് ഞാനും ബന്ധപ്പെട്ടു. ഇവിടെ ലൻസാരിയിൽ പോയി അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞപ്പോ അവര് കൈമലത്തി, ഞങ്ങളൊന്നാവില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല, ബാക്കിയുള്ള ആരെയും കയ്യിൽ നിന്നായിരിക്കും ഈ സംഭവം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയപ്പോ ഇന്ന് അവര് പറഞ്ഞു ഞങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാന്നുള്ളത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പേപ്പറൊക്കെ ഇവര് തരുന്ന പറയുന്നത്. നമുക്ക് ലീഗലായിട്ടൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഈ വ്യക്തി മിനിഞ്ഞാന്ന് പോയ ആള് ഈ നേരമായിട്ടും വീട്ടിലെത്തിയില്ല. ആള് പോലീസ് സ്റ്റേഷനിൽ സറണ്ടറാണ്. അപ്പൊ കേസ് NIAയുടെ കയ്യിലാണ്. അപ്പൊ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുക്കള്, ഈ മെസ്സേജ് വേണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്തോ. ഓക്കെ, ഇവിടുന്ന് പൈസ ഒരിക്കലും മാറ്റി നാട്ടിലേക്ക് പോകരുത്. പാകിസ്ഥാനിൽ നിന്നും മറ്റ് പല രാജ്യത്തിൽ നിന്നും ഇവിടേക്ക് ഇഷ്ടം പോലെ ബ്ലാക്ക് മണി എത്തുന്നുണ്ട്. ആ നോട്ട് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയുന്ന പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോട്ട് തന്നെ. ഇവിടെ പുതിയ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നോട്ട് തന്നെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ എയർപോർട്ടിൽ പിടിക്കുന്നുണ്ട്. ആ നോട്ടിന്റെ നടുക്കിലുള്ള ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ പുതിയ നോട്ടിനില്ല എന്നാ പറയണത്. സംഭവം എന്താണെന്ന് അറിയില്ല. പരമാവധി ഇവിടുന്ന് ഇന്ത്യൻ മണി വാങ്ങാണ്ട് പോവാൻ നോക്കുക. നാട്ടില് ദിറംസ് കൊടുത്താലും കുഴപ്പമില്ല. ഒരു 50 പൈസയുടെ 1 രൂപയുടെ മാറ്റമാണ് നമുക്ക് കിട്ടണത്. നമ്മൾ ലക്ഷങ്ങളും കോടികളും നല്ലല്ലോ മാറ്റുന്നത്. അതുപോലെ വിചാരിച്ച നമ്മുടെ സുഹൃത്താ, ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതാ ഇവിടുന്ന് മാറ്റണ്ട, അവിടെ പോയിട്ട് ചെയ്താൽ മതി. ഈ 50 പൈസയും 1 രൂപയുടെയും മാറ്റത്തിന് വേണ്ടി ഇവിടുന്ന് ചെയ്തിട്ട് ഇപ്പൊ ആള് 1-2 ദിവസമായി സ്റ്റേഷനിലാണ്. ദയവീത് അതിപ്പോ ഖത്തറിനായാലും സൗദിനായാലും ദുബായിനായാലും എവിടുന്നായാലും ഇവിടുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുക. നമ്മള് അല്ലൻസാരി വെസ്റ്റേൺ യൂണിയൻ മറ്റേത് നമ്മൾ വിശ്വസിക്കും. പക്ഷെ പെട്ടുപോയ ആള് ഇപ്പൊ നാളെ ഉച്ചയ്ക്ക് അറിയാം ആളുടെ അവസ്ഥ എന്താന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പാസ് ചെയ്യാം.